കഴിഞ്ഞ ദിവസമാണ് ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. അതിൽ ഹരിയാനയിൽ കോൺഗ്രസ് വലിയ വിജയത്തിലേക്ക് നീങ്ങുമെന്ന് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും പറയുമ്പോൾ ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറും എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ കേന്ദ്രത്തിൻ്റെ ഒരു പുതിയ നീക്കം. ആ നീക്കത്തിൽ വലിയ പ്രതിഷേധവുമായി തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിരിക്കുന്നു. നാഷണൽ കോൺഫറൻസ് പറയുന്നത് BJPയോടൊപ്പം ഒരിക്കലും ചേരില്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പ്രതിപക്ഷത്ത് ഇരിക്കുകയായിരിക്കും തങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നു. PDP ഏതാണ്ട് അതേ നിലപാടിൽ തന്നെ മുൻപോട്ട് പോകുമ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു പുതിയ നീക്കം, അതായത് 5 MLA-മാരെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാൻ കഴിയും. ഈ 5 MLA-മാർക്കും വോട്ടിംഗ് അവകാശം ഉണ്ടാകുമെന്ന് കേന്ദ്രം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ 90 അംഗ നിയമസഭയുടെ അംഗബലം 95 ഉയരും. 95 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടി വരുന്നത് 48 പേരുടെ പിന്തുണയായിരിക്കും. ഇപ്പോൾ നിലവിൽ 46 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയും 48. പക്ഷേ ഇവിടെയല്ല ഈ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന 5 പേരുടെ പ്രത്യേകതകൾ തന്നെയാണ്, ഈ മെമ്പർമാരുടെ പ്രത്യേകതകളാണ് ഇപ്പോൾ വലിയ ശ്രദ്ധ ആകർഷിക്കുന്നത്. കാരണം ഈ 5 പേരിൽ 2 പേർ കാശ്മീർ പണ്ഡിറ്റുകളാണ്, അവർക്കായി റിസർവേഷൻ ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്, അല്ലെങ്കിൽ അവർക്ക് റിസർവേഷൻ ചെയ്തിട്ടുള്ള സീറ്റുകളാണെന്ന് പറയുന്നു. അതിൽ ഒരാൾ വനിതയായിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ചരിത്രത്തിലാദ്യമായി കാശ്മീർ നിയമസഭയിൽ പാക് അധിനിവേശ കാശ്മീരിൽ നിന്നുള്ള ഒരു പ്രതിനിധി ഉണ്ടാകും എന്നുള്ളതാണ് വളരെ അമ്പരപ്പുണ്ടാക്കിയിരിക്കുന്ന കാര്യം. കാരണം കാശ്മീരിൻ്റെ നിയമസഭയിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ അധിനിവേശ കാശ്മീരിൽ നിന്നുള്ള അംഗങ്ങൾക്കായി സീറ്റുകൾ റിസർവ് ചെയ്ത് ഇടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി തന്നെ അതിൻ്റെ പ്രതിനിധി, പാക് അധിനിവേശ കാശ്മീരിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സഭയിലേക്ക് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്, ഒരു വലിയ ചുവടുവയ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇക്കാലം അത്രയും സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോയതെങ്കിൽ ഇപ്പോൾ ആ സീറ്റ് ഫില്ല് ചെയ്തുകൊണ്ട് അവിടെ നിന്നൊരു പ്രതിനിധി എത്തുന്നു എന്ന് പറയുമ്പോൾ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യക്കൊപ്പം ചേരുമെന്ന് കേന്ദ്ര നേതാക്കൾ അടിക്കടി പറയുന്നതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നടന്നെടുക്കുകയാണോ എന്ന് തോന്നലുളവാക്കുന്ന ഒരു വലിയ ഉത്തരവ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഈ 5 പേരിൽ 2 പേർ കാശ്മീർ പണ്ഡിറ്റുകളും അതിലൊരാൾ ഈ പാക് അധിനിവേശ കാശ്മീരിൽ നിന്നുള്ള അംഗങ്ങളുമാണ്. ബാക്കിയുള്ള 2 പേർ അവിടുത്തെ ഗോത്രവർഗ വിഭാഗങ്ങൾക്കുമാണ് സംവരണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ 5 പേർ എത്തുന്നു. അതിലൊരാൾ POKയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് എന്നുകൂടി പറയുമ്പോൾ നിയമസഭയിൽ ആദ്യമായി POKയുടെ പ്രതിനിധി കൂടി കാശ്മീരിലെത്തുന്നു എന്നുള്ള ഒരു വലിയ ചരിത്ര നീക്കം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.